നന്ദിനി, നന്ദിനി, ഹായ് നന്ദിനി. ഇതെന്താ? ഇതോ, ഇതേ നാളെ അച്ഛന്റെ ബർത്ത്ഡേക്കുള്ള ഒരു പ്രസന്റാ. ബർത്ത്ഡേയുടെ പ്രസന്റോ? എന്ത് പ്രസന്റാ? അതെ, ആദ്യം ഞാനേ ഇതിവിടെ ഒന്ന് വെക്കട്ടെ. ഓക്കെ, ഇതെന്ത് പ്രസന്റാ സർ? അത് സർപ്രൈസാ. നാളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അച്ഛന് ഞാൻ ഇത് കൊടുക്കുമ്പോൾ മാത്രമേ എല്ലാവരും ഇത് കാണാൻ പാടുള്ളൂ. അതിനു മുമ്പ് നോ ക്വസ്റ്റ്യൻസ്. ഇത് സാറടിച്ച ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടല്ലോ, അതിന്റെ വലിയ രൂപ എങ്ങാനും ആണോ? ഇയാളുടെ ഒരു കാര്യം. ശരിക്കും പറഞ്ഞാലേ അത് കൊള്ളാവുന്നൊരു ഐഡിയ ആണല്ലോ. അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കി ആളുകളെല്ലാം കയറി വരുന്നതിന് മുമ്പിൽ കൊണ്ടുവയ്ക്കായിരുന്നു അല്ലേ? ഇനിയിപ്പോ ഒരെണ്ണം പ്രിന്റ് ചെയ്ത് കിട്ടാനും വഴിയില്ലല്ലോ. യോ എന്റെ പൊന്ന് സാറേ, ചതിക്കരുത്. സാറ് വിചാരിച്ച ഒരു പാദരാത്രി കൊണ്ട് ഇതല്ല ഇതിലും വലുത് ചെയ്യുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. ഇൻവിറ്റേഷന്റെ കാര്യത്തില് അതെല്ലാരും കണ്ടതാണല്ലോ. അല്ല സർ, ഈ പാദരാത്രിക്ക് സാർ ഇത് എവിടെന്നാ ചെയ്യിപ്പിച്ചേ? എന്ത്? എന്റെ പേര് വെച്ച് ഇൻവിറ്റേഷൻ പ്രിന്റ് ചെയ്തത്. ഇതാരാ ആ നേരത്ത് തുറന്നു വെച്ചിരുന്നേ? ലോകത്തുള്ള എല്ലാ ആളുകൾക്കും സാറിനെ പോലെ വാശിയാണോ? നന്ദിനി, ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനു മുന്നിൽ എത്ര തടസ്സങ്ങൾ ഉണ്ടായാലും എനിക്കതൊരു പ്രശ്നമേ അല്ല. വെട്ടി മാറ്റും, മാറ്റിയിരിക്കണം. ഇനി തനിക്ക് ഇതുപോലെ ഒരു പാതിരാത്രി കൊണ്ട് എന്തെങ്കിലും അത്ഭുതം ചെയ്യിക്കേണ്ടതുണ്ടെങ്കിൽ താൻ എന്നോട് പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യിക്കാറോ. സാർ, ഇത്രയും ചെയ്ത് തന്നെ വലിയ കാര്യം. ഇതിൽ കൂടുതലൊന്ന് സഹായിക്കല്ലേ, എനിക്ക് താങ്ങില്ല. അയ്യോ അയ്യോ, ശരിക്കാൻ വയ്യ. എന്തായാലും ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ, ഈ വീട്ടിൽ നന്ദിനി എന്ന പേര് ഒഴിവാക്കാൻ പറ്റാത്തതാണെന്നാണ്. ബോധപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിച്ചാൽ അവരെ ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഞാൻ കൃത്യമായിട്ട് ചെയ്തിരിക്കും. എന്തോടും? ഒന്നുമില്ല സർ, നാളെ ഇത് തുറന്ന് എന്താണെന്ന് കാണുന്നവരെ എന്റെ മനസ്സിലൊരു തീയായിരിക്കും. അതെ, അങ്ങനെ തീ പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. താനേ സമാധാനമായിട്ടിരുന്നു. ഓക്കെ? വിജയ്, ഇന്ദ്രജയ്, ചെന്ന് തന്റെ മമ്മിക്ക് ചുറ്റും ഇരിക്കാനാണെങ്കിൽ ഞാനില്ല, താൻ പോയാ മതി. വിജയ്, എടോ, പലപ്പോഴും അളിയനെ നിങ്ങൾ നിസ്സാരമായിട്ട് കാണുമ്പോ അത് വേണ്ട വേണ്ടെന്ന് ഞാൻ പറയാറുള്ളതാ, പ്രത്യേകിച്ച് തന്റെ മമ്മിയോട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആന്റിയെ സംബന്ധിച്ചിടത്തോളം ആന്റി ഒരു കാര്യം ചെയ്താ അതിന്റെ മേളില് ലോകം ചലിക്കില്ല എന്നാ ആന്റിയുടെ വിശ്വാസം. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ ഇതുപോലെ നാണം കിടേണ്ടി വരും. നാണം കിടുന്ന ഒരു ആന്റി. വിജയേട്ടനൊന്ന് എഴുന്നേറ്റേ. നീ ഉണ്ടായിരുന്നോ? ചെല്ല്, രണ്ടുപേരും കൂടെ ചെന്ന് മമ്മിയുടെ അടുത്തിരിക്കെ. അടുത്ത പരിപാടി സെറ്റ് ചെയ്യണ്ടേ? ഇതിലും ഭംഗിയായിട്ട് മമ്മി നാണം കിടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്യും.